കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയാകാൻ യോഗ്യനെന്ന് വിദഗ്ധ സമിതി. തന്ത്രവിദ്യയിൽ അറിവുള്ളയാളാണ് ബ്രഹ്മദത്തൻ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. പ്രശാന്ത് കൃഷ്ണ ചേർന്നു. അതിനുമുമ്പ് ഒരു പ്രതികരണത്തിലേക്ക്. നന്നാവാനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശബരിമല നന്നാവാനുള്ളത് അടിസ്ഥാനമായ ചില വിഷയങ്ങൾ അത് ദേവസ്വം ബോർഡ് അവർ പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നന്നാവുക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുണ്ടാവും. ഞങ്ങളത് റിപ്പോർട്ട് കൊടുത്താൽ ഞങ്ങൾ വിളിച്ച കോൺടാക്ട് ചെയ്തിട്ട് അത് നീങ്ങും. ദേവസ്വം മാനുവലിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ പ്രതിഷ്ഠിക്കുന്ന നിയമം അതാണല്ലോ. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കീഴ്പ്പതിവാണ് ഞങ്ങൾ അനുവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കീഴ്പ്പതിവിനും ശാസ്ത്രത്തിന് പോറലേക്കാതെ അത് നന്നാകാൻ വേണ്ടിയുള്ള എല്ലാ ഉപദേശവും കൊടുത്തിട്ടുണ്ട്. അത് ഹൈക്കോടതി നമ്മുടെ വിഷയമല്ല, അതൊക്കെ ഒരു ദേവസ്വം ബോർഡ് കൈകാര്യം. അതുപോലെ പ്രശാന്ത് കൃഷ്ണ, എന്താണ് വിവരങ്ങൾ? തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനെ ഇത്തവണ ഈ അടുത്ത ശബരിമല തന്ത്രിയാക്കണമെന്ന രാജീവരുടെ കത്ത് അത് പരിഗണിച്ച ദേവസ്വം ബോർഡ് ഇതിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് താന്ത്രിക വിദഗ്ധരുടെ അഭിപ്രായം അറിയാൻ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അങ്ങനെ 3 അംഗ സമിതിയെ നിയോഗിച്ചു. ഈ 3 അംഗ സമിതി ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ കണ്ടു. അവർ അവരുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അവർ അറിയിച്ചിരിക്കുന്നത് ഈ സമിതിയിലുണ്ടായിരുന്നത് പ്രധാനമായും 3 പേരാണ്. അക്കിരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, തറയിൽ കുഴിക്കാട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരി, കടിയക്കോൾ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ഇവർ 3 പേരുമാണ് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കണ്ടത്. അപ്പോൾ ബ്രഹ്മദത്തന് താന്ത്രിക വിദ്യയിൽ അറിവുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ബ്രഹ്മദത്തൻ കവിയൂരിൽ ഒരു തന്ത്രവിദ്യ പഠിക്കുന്നുണ്ട്. അപ്പോൾ തന്ത്രവിദ്യയുമായി ബന്ധപ്പെട്ട അറിവുള്ള ആൾ തന്നെയാണ് ബ്രഹ്മദത്തൻ എന്നതും മാത്രമല്ല ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ് ബ്രഹ്മദത്തനും എന്നുള്ള വിവരമാണ്. അതായത് അനുകൂലമായ ഒരു വിവരമാണ് ഈ തന്ത്രവിദ്യാ വിദഗ്ധർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുന്നത്. അവർ അനുകൂലമായൊരു വിവരം അറിയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മദത്തൻ അടുത്ത ശബരിമല തന്ത്രിയാകാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ബ്രഹ്മദത്തനെ ഈ തന്ത്രവിദ്യാ വിദഗ്ധർ നേരിട്ട് തന്നെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം രാത്രിയോടെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ 3 അംഗ സമിതി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറും. നാളത്തെ ദേവസ്വം ബോർഡ് യോഗം ഇവരുടെ റിപ്പോർട്ട് പരിശോധിച്ച് ഒരു തീരുമാനമെടുത്ത് ആരെയാണ് അടുത്ത ശബരിമല തന്ത്രിയായി ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നതെന്ന വിവരം തിങ്കളാഴ്ച ഹൈക്കോടതിയെ അറിയിക്കും. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ തന്ത്രി കണ്ഠരര് രാജീവര് നിർദ്ദേശിച്ച തൻ്റെ മകനെ തന്ത്രിയാക്കണമെന്ന നിർദ്ദേശത്തിന് അനുകൂലമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.